നമ്മള് പൈതണ്ട് ഒന്നേക്കാൻ പോവാണ്. എന്നാ തമ്മ ഉണ്ടാക്കണേ? പൈതണ്ട്. എന്താ പൈതണ്ട്? ഫ്രൈഡ് റൈസ്. ആ പൈതണ്ട്. ആരാ ദാമയാണ് ഉണ്ടാക്കണേ? ആ. എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞേ? അച്ഛമ്മ പോട്ട് ഒന്നേക്കണേ. അച്ഛമ്മ പോട്ട് ഒന്നേക്കണേ. അച്ഛമ്മ ഒന്നേക്കണേ. ദാമയല്ലേ ഉണ്ടാക്കുന്നേ? അച്ഛമ്മ അരിഞ്ഞു തരുമല്ലേ എല്ലാം? എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേ? എങ്ങനെ? ദാമി എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേ? തീ കത്തിച്ച. ദാമി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടേ? സവോള വേണ്ട. സവോള വേണ്ടേ? അതെ സവോള വേണ്ടാത്ത. അടുത്ത വേറെ പറ, വേറെന്താ വേണ്ടേ? അത് സവോള അല്ലേ? അത് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് വേണോ? നമുക്ക് ഗ്രീൻ പീസ് ഇഷ്ടമാണോ? അടുത്ത വേറെന്താ വേണ്ടേ? അത് മാത്രമേ ഉള്ളൂ? വേറൊന്നും കണ്ടില്ലേ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാ ഞങ്ങളൊന്ന്. പച്ചക്കറി എന്നൊക്കെ പൊന്നെടുത്തേ? ക്യാരറ്റ്, സവോള, അത്രയൊക്കെ ഉള്ളൂ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കളഞ്ഞില്ലേടോ വഴിയില്? താഴിട്ടോ അത് കഴുക്. ഒരാള് ഭയങ്കര കഴുക എവിടെ ഇരുന്നു. ചെരുവത്തിൻ്റെ കൂടെ ഇരുന്നിരുന്ന് മിക്കാറും ചെരുവത്തിന്റെ അകത്ത് പോകും കേട്ടോ. ഇല്ല, ഞാൻ ഇവിടെ ഇരുത്തുന്നുള്ളൂ. ഉള്ളോ? എന്റെ പേട്ട് വീടും വെള്ളം. ആരെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്? താമി ഞാൻ. ഉണ്ടാക്കണേ? എങ്ങനെ ഉണ്ടാക്കും? ഇത് കൊണ്ട്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നേ? കത്തി മുറിച്ചിട്ട്. കത്തി വെച്ച് മുറിച്ച് ഞങ്ങള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. മുത്തച്ചാച്ചി ഉണ്ടാക്കുന്നേ? അല്ല, ഞാൻ മുത്തച്ചാച്ചിയും. ഞങ്ങള് രണ്ടുപേരും കൂടെ കേട്ടോ. രണ്ടുപേരും ഉണ്ടാക്കിയോളെ. ഞാനും അച്ഛമ്മ അരിഞ്ഞും പറിക്കുന്നത് അല്ലേ അച്ഛമ്മ? അപ്പോൾ അത് ഇത്രയും സാധനമാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് എടുത്തേക്കുന്നത്. അതിൽ സവോള നമ്മൾ സാലഡിനോടുള്ള ചേർത്തെടുത്തേക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തോ? അതെ, ബാ അച്ഛമ്മ. അച്ഛമ്മ ഇതേ സ്പ്രിംഗ് ഓനിയനൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ചോപ്പറിൽ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അതെ, അതാണ് എളുപ്പം. അതെ, എനിക്ക് വൈകി ഞാൻ അല്ലാണ്ടരിയാൻ പോയി കുറേ നേരം എടുക്കും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. കുറച്ച് നേരം ഇരുന്ന് മറ്റേ വലിച്ചുകൊണ്ടിരുന്നാൽ മതി. അത് അതെ, നമുക്ക് 2 ടൈപ്പ് ക്യാരറ്റ് ഉണ്ട്, റെഡും ഉണ്ട് ഓറഞ്ചും. എനിക്ക് കുറച്ചിട്ടാൻ തരും, അത്ര ഒന്നും ശരിയില്ല. ഇല്ല ഇല്ല. നീ ഇത് ഉപയോഗിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഞങ്ങൾ ലഡാക്കിന് പോയപ്പോൾ മൊത്തം ഈ സാധനമായിരുന്നു. ഞാനെല്ലാം കയ്യിലാണ് ചെയ്യുന്നത്. ഇതുവരെ കുറച്ചുകൂടെ ഉണ്ടോ? അത് മതി അച്ഛമ്മ. അതെ, ഇച്ചിരി കനം കുറച്ച് ഇത് കണ്ടിട്ടില്ല. ഇതോ വലിക്കണോ? വലിച്ചോ. ഇതും കൊണ്ടൊന്ന് വലിച്ചോണ്ട് പോരും. കുറച്ചുകൂടെ വലിച്ചോ. മതി, അത്രേ ഉള്ളൂ. ഇവിടെ നിൽക്കാം, അങ്ങ് വരെയൊന്നും അങ്ങ് വരെ പോകണ്ട. അത് ചേച്ച കാണിച്ചു തരാം. ഇതുണ്ടോ? വലിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടോ, ചെറുതായിട്ട് വലിച്ചാൽ മതി. എടോ, ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ടതാണ്. താനിങ്ങ് വന്നേ. ഒന്നാമത് ഞങ്ങൾ സ്ലോയാ. അതെ, സമയം കുറേ ആയേ. പഠിച്ച് ചെയ്തോ. മതി. ക്യാരറ്റ് കഴിക്കാണോ? ഇഷ്ടേ? ദാമി എറിഞ്ഞോണ്ട് ടേസ്റ്റി ആയിരിക്കോ ദാമി? അതെ, അച്ഛമ്മ ഫ്രൈഡ് റൈസിനുള്ളതും ഞാൻ സാലഡിനുള്ളതാണ് ആദ്യം അരിയണേ. മതി, ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നാളല്ലോ. തീർന്നു പോവും. നമുക്ക് റെഡിയായിട്ട് നല്ലത് റെഡിയായിട്ട് കഴിക്കണ്ടേ ഇനി? ഇപ്പൊ കഴിക്കാം. ഒരാള് രാവിലെ തൊട്ട് എന്ത് ചെയ്യണോന്നറിയാണ്ട് കൈ മിരുത്ത് നടക്കുമായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് ഇത് കിട്ടിയത്. സവോള ഉണ്ടല്ലോ, പൊളിച്ചു വെച്ചപ്പോ തന്നെ കണ്ണ് കയറാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്യ്, സവോള ക്യാബിനിൽ പോയിരുന്ന് അരിഞ്ഞാൽ മതി, അതാ നല്ലത്. ഇല്ലീൻ്റെ അകത്തിരിക്കാൻ ഭയങ്കര ചടങ്ങാ. അതെ, കണ്ണ് നീറി തുടങ്ങി.
ഓയ്യോടാ ബാബുന്നു അതെടുത്തോണ്ട് ക്യാബിനിലോട്ട് വരൂ. അതെ ആദ്യം കുക്കുമ്പർ ഒന്ന് അരിയട്ടെ. ഭയങ്കര നേർച്ചയാ. ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് സവോളയുടെ സ്മെല്ല് നിൽക്കുന്നുണ്ട്. അതെ ക്യാബിനിലാണ്, പിന്നെ കുറച്ചുകൂടെ എയർ കയറിപ്പോക്കോളൂ. തിന്നില്ല, തിന്ന് തീർത്ത എങ്ങനെ ഇതാവും? ഒരാളവിടെ തേരുന്ന ക്യാരറ്റ് ഇപ്പൊ കുക്കുംബറായി. കുക്കുംബർ കണ്ടോണ്ട് ആൾക്ക് കുക്കുംബർ മതി. ഇപ്പൊ കുക്കുംബർ അഡിക്റ്റ് ആണ് ദാമി. അതെ അച്ഛമ്മ ഇതേ സ്പ്രിംഗ് ഒനിയനും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം അച്ഛമ്മ കുക്കുംബർ അരിയാൻ വേണ്ടി പോവാ. അതെ ഞാനും പോലെ ഒരു അത്യാവശ്യ പരിപാടിക്ക് പോവാ. ഒരു കാര്യം ചെയ്യാം, അമ്മക്കിനി മുട്ട പൊട്ടിച്ച് തന്നിട്ട് പോട്ടെ. എനിക്ക് മുട്ട പൊട്ടിക്കാൻ അറിയാം. ഞാൻ വേണം പൊട്ടിച്ച് കാണിച്ചു തരാം. മുട്ട നമ്മൾ ഉണ്ണി പൊട്ടാണ്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. അതിന് ഉണ്ണിയിട്ട് ഇളക്കുമ്പോ എന്നാണേലും പൊട്ടിപ്പോകും. പിന്നെ അത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, ഇതൊക്കെ ഒരു സ്കില്ലാണ്. കലയെ അപമാനിക്കില്ല. ഇതെന്താ പൊട്ടാത്ത? അതുണ്ട് തണ്ട ഉണ്ണി പൊട്ടിട്ടില്ല. തണുപ്പത്തോട്ട് വന്നപ്പോഴത്തേക്ക് മുട്ടത്തോടിന് കട്ടി കൂടിയോന്നൊരു സംശയം. അത് നല്ലപോലെ അടിക്കാഞ്ഞിട്ടാ മുട്ട പൊട്ടാത്തത്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പാചകം ഇവിടെ കൊണ്ട് നിർത്തി? ഞങ്ങളുടെ ഇന്നത്തെ പാചകം പകുതി സഹായിച്ചു വെച്ചില്ലേ. ഇനിയിപ്പോ ഇതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. എനിക്ക് അന്നേരേ തോന്നിയായിരുന്നു രണ്ടുപേരും കൂടെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴേ. കണ്ടോ 4 ഉണ്ണി പൊട്ടിയിട്ടില്ല. വല്ലാത്തൊരു സ്കില്ല് തന്നെ കേട്ടോ. അതെ, ഇനി 2 എണ്ണം ഇവിടെ ഉണ്ട്. ഇതും കൂടെ പൊട്ടത്തില്ല. ലാസ്റ്റ് വൺ. ഓ സക്സസ്. എല്ലാം പൊട്ടിയില്ലേ. ഇതാണ് എന്റെ കുക്കിംഗ് സ്കിൽസിന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണിത്. മതിയായി, തൃപ്തിയായി. എനിക്കിനി ഒന്ന് പോയി തരാമോ? പോവാ. ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ, ബാക്കി എനിക്കറിയില്ല. ഇപ്പോഴേ ആദ്യം നമുക്ക് മുട്ടയൊന്ന് ചിക്കി എടുക്കാം. അപ്പം കുക്കിംഗ് ഓയിലൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഏതേ ചൂടായി അതിൻ്റെ അകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാനാണോ ഇടുന്നേ? അപ്പം മുട്ടയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പൊന്നും ഇടണ്ട, ദാമി ഇട്ടാൽ കൂടിപ്പോയെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇടാം. ദാമിയുടെ കണ്ണിലൊക്കെ പോകുന്ന മുളകൊക്കെ കണ്ണിൽ പോവല്ലേ. ചേച്ച ഉണ്ണിയൊക്കെ പൊട്ടിക്കാതിട്ടായിരുന്നു. അതെ, ഉണ്ണിയൊക്കെ പൊട്ടി. മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം തീയൊക്കെ ഓഫ് ചെയ്യാം നമുക്ക്. നിങ്ങൾ എന്നാ പോയിട്ട് വരാം. കുക്ക് ചെയ്തോ? പോയിട്ട് വേണോ? പോയിട്ട് വരുമ്പോഴത്തേക്ക് ഫുൾ റെഡി ആക്കി വെച്ചിട്ട് കേട്ടോ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ. വിശക്കുന്നുണ്ട്. അതെ, ചെറുതായിട്ട് കഴിച്ചോ. ഞങ്ങൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പോവാ. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്നും എടുത്തിട്ടില്ല, പിള്ളേർക്ക് ഇരിക്കില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ദാമിക്കുട്ടി ഉള്ളതുകൊണ്ടേ. ഇത് തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് കേട്ടോ. എന്തേലും ആട്ടെ, ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ. അതെ, അതല്ല ഇവിടെ അടുത്ത് കട കുറച്ചങ്ങ് പോയാൽ കടയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഹോട്ടൽ വെളിയിലേക്കുണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് ഈ ചെറിയ തട്ടുകടയുണ്ട്. അപ്പോൾ അതെ, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ദാമക്കുട്ടി എന്ത് ചെയ്യും? ദാമക്കുട്ടി അതിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കേട്ടത്, പറയുന്നത് കേട്ടത്. ആണോ? പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഉണ്ട്, നല്ലതായിരുന്നു. ബീൻസൊക്കെ അതൊന്നുമില്ല. ക്യാരറ്റ് മാത്രമേ ഇഷ്ടം പോലെ ഉണ്ട്, 2 സൈസ് ക്യാരറ്റും ഉണ്ട്. ഗ്രീൻ പീസും കുറച്ചേ ഉള്ളൂ. ഗ്രീൻ പീസും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് നല്ല പച്ച ഗ്രീൻ പീസാണ്, മട്ടർ. അപ്പോൾ ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഇത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 5 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം നമ്മളിത് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തെറ്റിപ്പോയി. വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചപ്പോഴത് മനസ്സിലായി. എന്ന് വെച്ചാൽ നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അത് വിസിൽ വെക്കണ്ട, ആവി ആ വിസിലിന് വരുന്നിടത്തൂടെ വരണം. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊരു 7 മിനിറ്റ് 5-7 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറക്കാവുള്ളൂ, നേരത്തേനും റെഡിയാവും. നമ്മുടെ പച്ചക്കറിയൊക്കെ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാലയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് മുട്ടയും കൂടെ ചേർക്കാം. ഫ്രൈഡ് റൈസ് വെക്കാൻ വളരെ എളുപ്പമാണ്, ഈസിയാണ്.
മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ആ കുക്കറിനകത്തോട്ട് റൈസ് ഇട്ടാൽ അല്ല അത് മുട്ടയെല്ലാം കൂടി ഇട്ടാൽ പോരായിരുന്നു. ഇതിനകത്തോട്ടിട്ട് ഇളക്കുന്ന ഒരു രസം. റൈസ് മുഴുവൻ വേണ്ടെങ്കിൽ ബാക്കി എടുത്തു വെക്കാമല്ലോ, നമുക്ക് നാളെ ഉണ്ടാക്കാം. അല്ല, ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ്. പൊന്നിക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എഗ് ഫ്രൈഡ് റൈസ് റെഡി. എഗ് ആൻഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി വന്ന് ഓട്ടോയിൽ കയറി. നമ്മൾ മെട്രോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ തണുപ്പായി തുടങ്ങി. കാറ്റടിക്കുമ്പോൾ തണുപ്പാണ്. 3-3:30 ആയതേ ഉള്ളൂ. ഞാൻ മെട്രോ ടിക്കറ്റ് നോക്കട്ടെ. മെട്രോയുടെ ടിക്കറ്റ് നോക്ക്. സെക്ടർ 62-ലാണെന്നാണ് പറഞ്ഞത്, നോയിഡയിലാണ്. ഓക്കെ. അപ്പം 62-ലോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കണം. ഇപ്പം നമ്മൾ ഇവിടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. നമ്മൾ നിന്നിടത്തുനിന്നൊരു 2.5 കിലോമീറ്റർ ഉണ്ട് മെട്രോ സ്റ്റേഷനിലോട്ട്. ഇപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. വിശ്വവിദ്യാലയ ഗേറ്റ് നമ്പർ 3 ഇതുവഴിയാണ് കയറുന്നത്. ഇത് അവിടെ ടിക്കറ്റ് കിട്ടും. അതും ടിക്കറ്റ് കൗണ്ടറാണ്. നീ അല്ലാണ്ട് ബുക്ക് ചെയ്തായിരുന്നോ? ബുക്ക് ചെയ്യുക. നോയിഡ സെക്ടർ 62. ഇവിടെ ചോദിച്ചു നോക്കി കിട്ടായിരിക്കുന്നേ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ കിട്ടും. അവിടെ റഷ് ആണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇല്ല വലിയ തിരക്കൊന്നുമില്ല. വാ. പ്ലാറ്റ്ഫോം നമ്പർ കിട്ടിയവനു? പ്ലാറ്റ്ഫോം നമ്പർ ആയിട്ട് ചോദിക്കണം. ഇതിൽ പ്ലാറ്റ്ഫോം നമ്പർ തരികയല്ല. വാ. ഇപ്പം നമ്മൾ മെട്രോയിൽ കയറി. നമ്മൾ 2 ട്രെയിൻ കയറി പോകണം. അപ്പോൾ നമ്മൾ വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. ഇനിയിപ്പോൾ നമുക്ക് രാജീവ് ചോക്കിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറി സെക്ടർ 62-ലോട്ട് പോകണം. അതെ, ട്രെയിനിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഇവളുടെ ഞാൻ ഏൽപ്പിച്ചേക്കാം. ഇവിടെ കുറച്ചുകൂടെ കൺഫ്യൂസിങ്ങാണ്. കാരണം എറണാകുളത്തൊക്കെ മെട്രോയിൽ കയറുകയാണെങ്കിൽ സുഖം. ഇത്രയും അധികം ലൈനുകളില്ല. ഇവിടെ കുറേ ലൈനുണ്ട്. അതുകൊണ്ട് ഫുള്ള് കൺഫ്യൂഷനാണ് എവിടെ ഇറങ്ങണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ രാജീവ് ചോക്കിൽ വന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാ? ഇനി നമുക്ക് പ്ലാറ്റ്ഫോം 3 കണ്ടുപിടിക്കണം. അങ്ങോട്ടാണ് പോകുന്നു. ദേ 1ഉം 2ഉം ഇവിടെ. അപ്പം ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും. ഇത് 1 അല്ലേ? അത് 2 ആടി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ 3? അതും കണ്ടില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് മെട്രോ സ്റ്റേഷനിൽ. നമ്മൾ പോകുന്ന ട്രെയിൻ ബ്ലൂ ലൈനിലൂടെയാണോ അല്ലേ? ഇപ്പോൾ വന്നത് യെല്ലോ ലൈൻ. ഓരോ ഇതിനും ഓരോ ലൈനുണ്ട്. അതുകൊണ്ട് എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. ഇതുവഴിയാണെന്ന് തോന്നുന്നു ഗേറ്റ് നമ്പർ 3. അല്ല, അത് എക്സിറ്റ് ഗേറ്റാ. ഇങ്ങോട്ട് വാ. പ്ലാറ്റ്ഫോം ഇത് 4-3 പ്ലാറ്റ്ഫോം നമ്പർ 3 ടുവേർഡ്സ് നോയിഡ ഇലക്ട്രിസിറ്റി. ഇതിൽ നല്ല തിരക്കാ. വേഗം ഇടിച്ചോട്ടി കയറിക്കോ. ഇവിടുന്ന് ഓട്ടോ നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ബൈക്ക് എടുത്തു. ബൈക്കിന് പോയിക്കൊണ്ടിരിക്കുക. പൊന്നു ഫ്രണ്ടിലൊരു ബൈക്കിൽ പോയി. ഞാൻ പുറത്തെ വേറെ ബൈക്കിന് പോവാം. ഇവിടെ ഇപ്പം തന്നെ നല്ല തണുപ്പാണ്. തണുത്തിട്ട് കൈയൊക്കെ മരച്ച്. ബൈക്കിനായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. നമ്മളിപ്പം നോയിഡയിലെത്തി. നോയിഡ ഇലക്ട്രിസിറ്റി. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ റോഡ് സൈഡിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് കഴിച്ചാൽ തീ കാഞ്ഞൊക്കെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വന്ന് ഇറങ്ങി. ഇപ്പം മൈക്ക് ശരിയാക്കാൻ കൊടുക്കാം. മൈക്കൊക്കെ റെഡിയായി കിട്ടി. ഇനിയിപ്പം നമുക്ക് വണ്ടി എടുത്തോട്ട് പോവാം. ഇവിടുന്ന് എയർപോർട്ട് എടുത്താൽ കൊച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ എയർപോർട്ടിലോട്ട് പോവാം. അവരോട് ചോദിക്കാം എവിടെ വരുന്നത്. ചോദിച്ചു നോക്കാം. പക്ഷെ എനിക്കൊന്ന് അവരവിടെ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ വന്നിടത്തുനിന്നൊരു 600-700 മീറ്റർ ഉള്ളു മെട്രോ സ്റ്റേഷനിലോട്ട്. അതെ, നടന്നു പോവാം. നടന്നങ്ങ് പോയേക്കാം. അതേ മെട്രോ പോകുന്നു. നമുക്കതെ ആ സ്റ്റേഷനിൽ നിന്നൊക്കെ കയറുണ്ട്. സെക്ടർ 62 വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കായി. സമയം ഇപ്പം 6 മണി കഴിഞ്ഞേ ഉള്ളൂ. സെക്ടർ 62 നോയിഡ ഈ സ്റ്റേഷനിൽ നമുക്ക് കയറുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ. ഇനിയിപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. ലൈറ്റായിട്ട് കഴിക്കാം. എന്നിട്ട് വണ്ടി ചെന്നിട്ട് ഹെവി ആയിട്ട് കഴിക്കാം. അതെ, വണ്ടി ചെല്ലുമ്പോൾ റൈസും ചോറും ഇരിപ്പുണ്ടാവും. അതെ, അപ്പോൾ വണ്ടി ചെന്നിട്ട് ഹെവി ആയിട്ട് കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കുള്ള രാജീവ് ചൗക്കിൽ വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ട്രെയിൻ മാറിക്കയറണം. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ട്രെയിനിൽ നിന്ന് തള്ളി ഇറക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണില്ല. ഞങ്ങൾ എവിടെയെങ്കിലും തലയിറങ്ങി വിശക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടിറങ്ങിപ്പോൾ രാവിലെയും കഴിച്ചില്ലായിരുന്നു. രാവിലെ ലൈറ്റായിട്ട് കഴിച്ചു, ചെറുതായിട്ട് കഴിച്ചുള്ളൂ. ഒരു പഴം കഴിച്ചുള്ളൂ. അപ്പം ഉച്ചയ്ക്ക് പോയാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് താമസിച്ച് പോകും. 6 മണിക്ക് അടയ്ക്കും അത്. അതെ, നമ്മൾ ഇറങ്ങിയത് 4 മണിയായപ്പോഴാണ്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിപ്പോകും. ഇവിടെ ഒരു കടയിൽ കയറി ചെറുതായിട്ട് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അതെ, നല്ല ഫുഡായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു. ചത്ത് ഇനിയിപ്പോൾ വണ്ടി കയറി പോവാണ്. അപ്പം ഇത്ര നേരം അവിടെ നിന്ന് ട്രെയിൻ കുറേ നേരം നിന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഒരു 1.5 മണിക്കൂർ നിന്നു. ഇനിയിപ്പം ഇതിലും തിരക്കാനെ ഇഷ്ടംപോലെ ഇതേ ആളുണ്ട്. ഇരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ വലിയൊരു സഹായമായേനെ. നല്ല തിരക്കാ. ഇതതിലും തിരക്കാ. ഞങ്ങൾ പെട്ടു. ഒക്കെ ഇല്ലാത്തോണ്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട്. അതെ, ഇതിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തിൽ എല്ലാവരും ഡയറ്റ് ബാക്കായിട്ടാണ് നിൽക്കുന്നത്. അതെ, ഇവിടെ മുടിഞ്ഞ തിരക്ക. ഈ സ്റ്റേഷനെത്തിയപ്പോഴത്തേക്ക് കുറെ പേര് ഇറങ്ങിപ്പോയി. ഒറ്റയടിക്ക് ആള് പോയാ ഇല്ല കേറുന്നിട്ട് ഒറ്റയടിക്ക് ആള് മൊത്തം ഇറങ്ങിപ്പോയി. ട്രെയിൻ കാര്യം അവിടെ ഒന്നും. അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ സേഫായിട്ട് തിരിച്ചിറങ്ങിയിരിക്കുന്നു. ഇപ്പോഴാണ് ഇത്തിരി ശ്വാസം കിട്ടിയത്. ഇവിടെ എന്നെ തണുപ്പാന്ന് പറഞ്ഞാലും ആൾക്കാരുടെ തിരക്ക് കാരണം ഭയങ്കര ചൂടായിരുന്നു. നല്ല സുഖമായിട്ട് നിൽക്കാൻ ചൂടത്ത്. പക്ഷെ മടുത്തു. ഭയങ്കര ഇടിയും കുത്തുമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചൂടുണ്ടായിരുന്നു. അല്ല, ഈ നമ്മൾ ഇറങ്ങണതിന് ഒരു 2 സ്റ്റേഷൻ മുന്നേ ആ കാശ്മീരി ഗേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ വന്നപ്പോൾ അത്ര നേരം നിന്ന് ആൾക്കാർക്ക് എവിടെ പോയെന്ന് മനസ്സിലായില്ല. സത്യം ഒറ്റ പോക്കല്ലാടെ ഇറങ്ങി. പിന്നെ കാലിയായതുപോലെ ആയി. ഇരിക്കുന്നവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, നിൽക്കുന്നവരെല്ലാം ഇറങ്ങി. സത്യം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ വന്ന് നമ്മുടെ സ്റ്റേഷൻ അവിടെ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു ഓട്ടോയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകണം. കാരോനെടുത്ത് കൂട്ടാൻ വന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നടക്കണ്ടായിരുന്നു. മടുത്ത് ഞങ്ങൾ നടന്നു നിന്ന് 2 മണിക്കൂർ നമ്മൾ നിന്ന്. 2 മണിക്കൂർ നിന്നു. ചാച്ചി ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇരുന്നു. അത് ഞാൻ 5 മിനിറ്റ് ഇരുന്നു. 2 മണിക്കൂർ നിന്നു. കുറേ കാലം കൂടെ നിൽക്കേണ്ടതെല്ലാം വരികയാണെങ്കിൽ മടുപ്പേനെ. അതെ, ഇപ്പം തന്നെ വയ്യ. അതെ, അയ്യോ വയ്യ. അപ്പം നമുക്ക് ഓട്ടോയ്ക്ക് പോവാം. തിരിച്ച് ബസ്സിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ബസ് പാർക്കിങ്ങിലേക്ക് ദിമാപൂർ. ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ചേട്ടൻ ഇടയ്ക്ക് നിർത്തി ഗ്ലാസ് ഒക്കെ തുടയ്ക്കുക വഴി കാണാൻ പറ്റാനായിട്ട്. ഫുള്ള് മഞ്ഞായി. ഡൽഹിയിലൂടെ ഇങ്ങനെ ഒരു കറക്കം ഞാനൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും നമ്മളൊരു ഇറങ്ങുകയില്ലെന്ന് കരുതിയതല്ലേ. ഞാൻ ഓർത്ത് ഇന്ന് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഇന്നത്തെ ദിവസം തീരുന്നതൊക്കെ. അതെ, പക്ഷെ തീർന്നില്ല. പക്ഷെ ഇതിലും ഭേദമായിട്ട് ഇരിക്കുന്നായിരുന്നു. സത്യവും അടുത്തു. ഇവിടെ എല്ലാം ഫുള്ള് വേസ്റ്റാണ്. അതിൻ്റെ അകത്തെല്ലാം ഈ പശു പോയി ഈ പ്ലാസ്റ്റിക് എല്ലാം കഴിക്കുന്നുമുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ തീ കഴിയുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി. നല്ല തിരക്ക വഴിയിൽ. തണുക്കുന്നുണ്ടല്ലേ? എത്ര ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു, തൊണ്ട വേദനിച്ച് വരികയെ. തണുക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മരച്ച്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് എത്തിയിരിക്കുന്നു. ഇനി എന്തെങ്കിലും കഴിച്ച് ഓൾറെഡി കഴിച്ചു. ഇനി കിടന്നൊന്നും ഉറങ്ങണം. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അതെ, അത് കഴിയുമ്പോൾ കൊച്ചായും കുഞ്ഞിക്കിളിയും വരും. അപ്പം എന്തെങ്കിലും മേടിക്കും. അതെ, കുഞ്ഞിക്കിളിയും കൊച്ചച്ചായും വന്നു. കൊച്ചച്ച വണ്ടി ഓടിക്കാൻ കയറി. ചേച്ചയൊക്കെ കിടന്നുറങ്ങി. ദാമ്പക്കുട്ടി വരെ നോക്കിയിരുന്ന് അവൾ നേരത്തെ കിടന്നുറങ്ങിപ്പോയി. ഇപ്പം ഞാനും കുഞ്ഞിക്കിളിയും പതുക്കെ കിടക്കാൻ പോലെ. കുഞ്ഞിക്കിളി, കൊച്ചച്ച വണ്ടി ഓടിക്കാൻ കയറി. കുറച്ച് കഴിയുമ്പം ചേച്ചനെ വിളിക്കാൻ ഓർത്തിട്ടാണ് നമ്മളിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. സൂര്യാമ്മയും ചേട്ടാച്ചനും എന്തേ കുഞ്ഞിക്കിളി? ചേട്ടാച്ചൻ എക്സാം, അതുകൊണ്ട് ചേട്ടാച്ചനെയും കൊണ്ട് അമ്മ അവിടെ വീട്ടിലിരുന്നു. കുഞ്ഞിക്കണ്ണന് ട്യൂഷനുണ്ട്, എക്സാം ഉണ്ട്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. ഇവർ രണ്ടുപേരും കുഞ്ഞിക്കിളിയും കൊച്ചായ കൊണ്ട് പോന്നു. എനിക്കും എക്സാം ഉണ്ട്, പക്ഷെ എനിക്ക് 12-നും ചേട്ടാച്ചന് 9-നും. അതെ, അടുത്ത മാസം എല്ലാവർക്കും എക്സാം. അതുകൊണ്ട് കുഞ്ഞിക്കിളി പോന്നു അല്ലേ? ഞാൻ തിരിച്ചു വന്നേ. ഒരു മാസം തിരിച്ചു പോകണം. വേണ്ട, കുഞ്ഞിക്കിളിയാണ് ട്രിപ്പിൻ്റെ ആള്. തിരിച്ചു പോകണമെന്നൊന്നും താല്പര്യമില്ലല്ലേ? ഇല്ല. തണുപ്പൊക്കെ എങ്ങനെയുണ്ട് വന്നിട്ട്? കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞങ്ങളെന്നാ പതുക്കെ കിടക്കാമെന്ന് ഓർത്തോണ്ടാ. അപ്പം നാളത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.